കേരളത്തിൽ ഇപ്രാവശ്യം BJP-ക്ക് 15 സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഭരണം കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ BJP വിചാരിക്കണം, അല്ലെങ്കിൽ LDF UDF ഒന്നിക്കണം. ഇതിൽ കൂടുതൽ LDF UDF ഒന്നിക്കാൻ സാധ്യതയുണ്ട്. കാരണം പാലത്തിന്റെ ഉദ്ഘാടനത്തിന് മുഹമ്മദ് റിയാസിനെ വിളിച്ചില്ല പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസ് കുറെ കയറ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് VD സതീശൻ വന്നിട്ടും ഉണ്ടായിരുന്നു. ഈ കാണുമ്പോൾ കടിച്ചു കയറുന്ന ആൾക്കാർ എന്തും കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അത് കൂടുതൽ LDF UDF ഒന്നിക്കാനല്ല സാധ്യത. കേരളത്തിൽ ഒരു കാര്യം നടക്കണം, ഭരണം തീരുമാനിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ജനങ്ങളല്ല, ഓരോരോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് തന്നെയാണ്, പാർട്ടിക്കാർ തന്നെയാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ല എടുത്ത് നോക്കാം, കഴക്കൂട്ടം വട്ടിയൂർക്കാവും അത്യാവശ്യം അർബൺ ഏരിയ തന്നെയാണ്. IT ക്രൗഡൊക്കെ ഉള്ളതും കൊണ്ട് അവിടെയും BJP ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പത്തനംതിട്ട എടുത്ത് നോക്കുകയാണെങ്കിൽ ശബരിമല വിഷയം കാരണം കുറെ പേര് ഇപ്പൊ BJP സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് അവിടെയും ജയിക്കാൻ സാധ്യതയുണ്ട്. കോട്ടയം ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ 4 സ്ഥലത്ത് മിക്കവാറും കോട്ടയത്ത് ജയിക്കും. ഒന്ന് PC ജോർജ് ആണ്. PC ജോർജ് കുറച്ച് ഔട്ട് സ്പോക്കൺ ആണെങ്കിലും പൂഞ്ഞാറിൽ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് PC ജോർജ് തന്നെ പറയുന്നത്. PC ജോർജിന്റെ ബുദ്ധി കണ്ടോ, ആള് നേരെ മകനെ പാലയിൽ മത്സരിപ്പിക്കുന്നുണ്ട്. പാലയിൽ മത്സരിപ്പിക്കണത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻ ബെൽറ്റിന്റെ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമാണ് പാല. അത് കൂടുതലും ജോൺ ജോർജിന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളത് വൈക്കോണ്. വൈക്കത്ത് പിന്നെ വർഷങ്ങളായിട്ട് CPI ആണ് ഭരിച്ചും കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് BJP കാൻഡിഡേറ്റിൽ അവിടുത്തെ ഒരു മുൻ MLA ആണ് ഇപ്പൊ BJP-ക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. പിന്നെ കാഞ്ഞിരപ്പള്ളിയിലെ ജോർജ് കുര്യനാണ്. അതുകൊണ്ട് ഈ 4 സീറ്റ് കൂടുതലും BJP-ക്ക് തന്നെ കിട്ടും. എറണാകുളത്താണെങ്കിൽ തൃപ്പൂണിത്തറയില് ഒരു മോഡറേറ്റ് ചാൻസ് BJP-ക്ക് ഇല്ലാതില്ല. കാരണം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP സെക്കൻഡ് പൊസിഷനിലായിരുന്നു. പാലക്കാട് നഗരസഭ പിന്നെ BJP-യുടെ കയ്യിലാണ് ഇരിക്കുന്നത്. തൃശ്ശൂരിലും കൺസിസ്റ്റന്റ് ആയിട്ട് സെക്കൻഡ് പൊസിഷനിലാണ് BJP ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തവണ ജയിക്കാനും സാധ്യതയുണ്ട്. പിന്നെ കോഴിക്കോടും ആലപ്പുഴയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ലോ ചാൻസ് ആണ്. എനിക്ക് കാര്യമായിട്ട് ഉറപ്പില്ല ഇവിടെയൊക്കെ കിട്ടുമെന്ന്. അടുത്ത കാസർഗോഡ് മഞ്ചേശ്വരമാണ്. ഇത് ഭയങ്കര സ്ട്രോങ് ഹിന്ദു ഡോമിനൻസ് ഉള്ള സ്ഥലമാണ്. അവരെല്ലാവരും അത്യാവശ്യം CPM-നെ വെറുത്ത ഒരു ആൾക്കാരാണ്. അതുകൊണ്ടും അവിടെ BJP കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം PC ജോർജ് പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 5 സീറ്റെങ്കിലും മിക്കവാറും BJP-ക്ക് കിട്ടും. കേരളത്തിൽ BJP ജയിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഡേഞ്ചർ തന്നെയാണ് അവർ സെക്കൻഡ് പൊസിഷനിൽ എത്തുന്നത്. ഇപ്പൊ കേരള പൊളിറ്റിക്സിൽ LDF കാരാണെങ്കിൽ ഭാര്യമാരെ മത്സരിപ്പിക്കുന്നു, UDF ആണെങ്കിൽ മക്കളെ ഇറക്കി മത്സരിപ്പിക്കുന്നു. ഇതൊരു ഇലക്ഷൻ മാത്രമല്ല, ഇതൊരു പവർ ഗെയിമാണ്. കാരണം ഈ പവർ ഗെയിമിൽ അച്ഛന് പകരം മകനെ വോട്ട് ചെയ്താലും മകന് പകരം വേറെ ബന്ധുക്കൾക്ക് വോട്ട് ചെയ്താലും നേരെ വോട്ട് പോകുന്നത് BJP-യിലേക്കാണ്. ശരിക്കും ആർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്?